അതായത് ആർമിയിലുള്ള NCC കുട്ടികളുടെ നാഷണൽ ക്യാമ്പാണിത്. ഈ ക്യാമ്പ് എല്ലാ വർഷവും ആർമിയുടെ 40 കുട്ടികൾ, അതായത് ബോയ്സ്, ജൂനിയർ ഡിവിഷൻ ബോയ്സ് ആൻഡ് സീനിയർ ഡിവിഷൻ ബോയ്സ്, അതേപോലെ തന്നെ 40 സീനിയർ വിങ് ഗേൾസും അതേപോലെ ജൂനിയർ വിങ് ഗേൾസും കൂടി പോകും. അത് എല്ലാ വർഷവും 12 ദിവസത്തെ ക്യാമ്പാണ് ഡൽഹിയിൽ കണ്ടക്ട് ചെയ്യുന്നത്. RD പരേഡ് ഗ്രൗണ്ടിൽ ഡൽഹി DGNCC കണ്ടക്ട് ചെയ്യുന്നു. അതിൻ്റെ ആസ് എ പ്രിലിമിനറി നമ്മുടെ ഇവിടെ ബറ്റാലിയൻസിൽ നല്ല കുട്ടികൾ സ്കൂൾ കോളേജുകളിൽ പോയിട്ട് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇന്റർ ബറ്റാലിയൻ കോമ്പറ്റീഷൻ ഗ്രൂപ്പ് ഹെഡ് ക്വാർട്ടറിൽ ഇവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് സെലക്ട് ആവുന്ന കുട്ടികളെ നമ്മൾ ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കും. അതിൽ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 5 ഗ്രൂപ്പ് ഉണ്ട്. അത് ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം, എറണാകുളം ആൻഡ് കാലിക്കറ്റ്. അപ്പോൾ ഈ 5 ഗ്രൂപ്പിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം അവരെ നമ്മൾ അതിൽ നിന്ന് നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് ആ കുട്ടികളാണ് ഈ ഡൽഹിയിലേക്ക് പോകാനുള്ള 3-4 ക്യാമ്പ് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ഈ വർഷവും കഴിഞ്ഞ വർഷവും കാലിക്കറ്റ് ഗ്രൂപ്പ് എൻ്റെ കേരളയിൽ നമ്പർ 1 ടീമായിരുന്നു. അത് ഷൂട്ടിങ്ങിലായാലും മറ്റുള്ള ആക്ടിവിറ്റീസ് ആയാലും കാലിക്കറ്റ് ഗ്രൂപ്പാണ് ഫസ്റ്റ് വന്നത്. അപ്പം ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ക്യാമ്പ് കഴിഞ്ഞു, 4ാമത്തെ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ രാവിലെ അവർ ഒരു 6:30 മണി മുതൽ ഒരു 7:15 വരെ 45 മിനിറ്റ് അവർ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർ പ്രോഗ്രാം അനുസരിച്ച് റുട്ടീൻ ആയിട്ടുള്ള അവരുടെ ട്രെയിനിങ് ആണ്. അതിൽ അവർക്ക് ഒബ്സ്റ്റാക്കിൾ കോഴ്സ് ഉണ്ട്, അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഉള്ളത് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിങ്ങിൽ ഓരോ റേഞ്ചിലും ഓരോ ഡിഫറെൻറ്റ് റേഞ്ചിലും ഡിഫറെൻറ്റ് പൊസിഷനിലും ഉള്ള ഫയറിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് മാപ്പ് റീഡിങ്, അതായത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ മാപ്പിൻ്റെ ഉപയോഗത്തോടു കൂടി എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള അതാണ് മാപ്പ് റീഡിങ്. പിന്നെ അവർക്ക് യുദ്ധസമയത്ത് ജവാന്മാർക്ക് അവരുടെ കമാൻഡർ സിഗ്നൽ വഴി എങ്ങനെയാണ് ഓർഡേഴ്സ് കൊടുക്കുക എന്നുള്ള, അപ്പോൾ ഫീൽഡ് സിഗ്നലിൻ്റെ അതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതായത് കുട്ടികളുടെ നോർമൽ ഹൈജീനെ പറ്റിയും പിന്നെ അവരുടെ ഹെൽത്തിനെ പറ്റിയുമുള്ള അവർക്ക് അറിഞ്ഞിരിക്കേണ്ട സംഗതികളെ പറ്റിയുള്ള ഒരു കോമ്പറ്റീഷനാണ്. അതിൽ ബാറ്റിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കൂടി ഇൻവോൾവ് ആണ്. അതായത് യുദ്ധസമയത്ത് ഇഞ്ചേർഡ് ആവുന്ന സോൾജേഴ്സിന് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അവരെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ബേസിക് ഫസ്റ്റ് എയ്ഡ് ഉള്ള പ്രൊസീജിയറും നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടി ഈ 4 ക്യാമ്പ് നടന്ന്, അതായത് 40 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് അവർ ഡൽഹി പോവുകയും അവർ ടോട്ടലി ഒരു സ്റ്റേജ് ഫിറ്റ്നസിലായാലും അവരുടെ സോഷ്യൽ ലിവിങ്ങിലായാലും അവരുടെ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ ആയാലും എല്ലാത്തിലും കൂടി ഒരു ടോട്ടൽ ചേഞ്ച് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ആ കുട്ടി മാറും. അപ്പോൾ ഡൽഹി കോമ്പറ്റീഷനിൽ കഴിഞ്ഞ വർഷവും നമ്മുടെ കാലിക്കറ്റ് ഗ്രൂപ്പിൻ്റെ മാക്സിമം ഗേൾസ് ഉണ്ടായിരുന്നു. അവർ കേരള ഡയറക്ടറേറ്റ് ഗേൾസ് കഴിഞ്ഞ വർഷം 2nd പൊസിഷനിൽ വന്നു, ബോയ്സ് 6th പൊസിഷനിൽ വന്നു. പക്ഷേ എല്ലാവരുടെയും പെർഫോമൻസ് വളരെയധികം നല്ലതായിരുന്നു ഡൽഹിയിൽ. ഫോൺ നമ്പർ കൊടുക്കടാ. അഖിൽജി ലൈൻ അപ്പ്. അവിടെ മാറല്ല. രതീശം
Pass, pass. എന്ത് പാസ്സാണോ നിങ്ങൾ? Pass, pass. ഇത്ര. Pass, pass, pass. 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 Pass, pass. Ayo. Pass, pass. Stop. Balance. Pass. Pass. അടുത്തിട്ട് നീ പാസ അടുക്കട്ടോ വാടാ അടുക്കട്ടെ വാടാ എടുത്ത കണ്ണ് കണ്ട വില അറിയും എണീറ്റോടെ രണ്ടിങ് ഫാസ്റ്റ് ആക്കേ എടുത്തിട്ട് അടിക്കാൻ പറയുന്നു കിട്ടി ആ അതന്നെ പാസ് റണ്ണിങ് പാസ് പേര് അയ്യപ്പകുമാർ, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം നിവാസിയാണ്. 16 വർഷക്കാലം ഇന്ത്യൻ ആർമഡ് ഫോഴ്സിലും 4 വർഷക്കാലം കേരള പോലീസും സേവനമനുഷ്ഠിച്ചതിന് ശേഷം NCCയുടെ ഭാഗമായ 29 കേരള NCC ബറ്റാലിയൻ ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്യുകയും
ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ നടക്കുന്ന TSC തൽസേന ക്യാമ്പിലേക്ക് ഒരു കൂട്ടം NCC വിദ്യാർത്ഥികളെ പരിശീലനം ഏർപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പിൽ അംഗമായും പ്രവർത്തിക്കുകയാണ്. ഈ കേഡറ്റുകൾക്ക് കൃത്യനിഷ്ഠയോടുകൂടി ഭക്ഷണം എത്തിക്കുകയും അതിലുള്ള മറ്റു കാര്യങ്ങളിൽ ഹോസ്പിറ്റലൈസേഷൻ ഈ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തി അവർക്ക് സഹായം ചെയ്യുകയാണ് ഞങ്ങളുടെ ടീമിൻ്റെ കർത്തവ്യം. सुधार दरवान सिंह 29 केरला बटालियन से हूँ और वैसे मूलतः मैं उत्तराखंड से रहने वाला हूँ. यहाँ पे TSC कैंप को कंटिन्यू अभी 3 मंथ हुआ शुरू हो गया है और बच्चे जो है इस TSC कैंप को करने के लिए बच्चों के अंदर उत्साह और जोश काफ़ी देखा गया है. और ये एडवेंचर कैंप जो NCC आयोजन करती है, ये ट्रैकिंग कैंप CATC में भी कई एक साहसी कैंप करते हैं बच्चे, एडवेंचर कैंप करते हैं और बच्चों को इसमें साहस और सेना में एंट्री होने में काफ़ी मदद मिलती है. എൻ്റെ പേര് രേവതി. ഞാൻ JW ആണ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. നമ്മൾ JW 10 പേരുണ്ട്. ഞങ്ങൾക്ക് ഫയറിങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ 3-4 മാസമായി ക്യാമ്പ് തുടങ്ങിയിട്ട് കുറേ ക്ലാസ്സെല്ലാം മിസ്സാകുന്നുണ്ടെങ്കിലും നമ്മളത് പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നെ SW-നെ ST-നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് JD-യും JW-നും ഫയറിങ് മാത്രമേ ഉള്ളൂ. അവർക്ക് കുറേ ഹെൽത്ത് ആൻഡ് ഹൈജീനും JDFX കുറേ ടെസ്റ്റുകളും ഒഫ്റ്റികളും അവർക്ക് കുറേ കഷ്ടപ്പാടുണ്ട്. പക്ഷെ നമുക്കതൊന്നുമില്ല, ഫയറിങ് മാത്രം. 1000-ലേറെ ബുള്ളറ്റുകൾ ഫയർ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. എൻ്റെ പേര് സുബേദാർ നജീബ് ഖാൻ. എൻ്റെ യൂണിറ്റ് 32 ബറ്റാലിയൻ പയ്യന്നൂരിലാണ്. ഞാനിപ്പോൾ 4 മാസം കൊണ്ട് ഇവിടെ TSC ക്യാമ്പ് NCC ക്യാമ്പിലുണ്ട്. ഈ കുട്ടികൾ ആദ്യം 500-600 കുട്ടികളുണ്ടായിരുന്നു. അവിടെ നിന്ന് മാവൂറിൽ ക്യാമ്പ് നടത്തി അവരിൽ നിന്ന് സെലക്ഷൻ ചെയ്തെടുത്ത കുട്ടികളാണ് ഇവിടെ ബെസ്റ്റ് ഹിൽ ഗ്രൂപ്പ് ഹെഡ് ക്വാർട്ടറിൻ്റെ അടുത്തായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതൊരു സെലക്ഷൻ ക്യാമ്പാണ്. എല്ലാ ക്യാമ്പുകളിൽ നിന്നും ഒരു 10-15 കുട്ടികൾ ഔട്ടാകുകയാണ്. എന്നുവെച്ചാൽ അവരുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം, 1-2 പോയിന്റിൽ ഔട്ടാവുന്നു. ഇപ്പോൾ 88 കുട്ടികളുണ്ട്. അതിൽ നിന്നും 80 കുട്ടികൾ, 40 ഗേൾസും 40 ബോയ്സും 24 സെപ്റ്റംബർ 2012 നമ്മൾ ഡൽഹിക്ക് പോവുകയാണ്. അവരുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. അവിടെ പോയതിനു ശേഷം അവിടുത്തെ ഡയറക്ടറേറ്റ്, കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൻ്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് 8 ഒക്ടോബറിന് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വരും, കേരളത്തിൽ.
ഞാൻ അർജുൻ രാജൻ. എൻ്റെ ബറ്റാലിയൻ സൈനിക ബറ്റാലിയൻ NCC പാല. ഞാൻ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഈ ടെൻറ്റ് ഞങ്ങൾ ടീം 6 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർത്തു. ഞങ്ങൾ 8 പേരാണുണ്ട്. ഞാൻ ആ ടീമിൻ്റെ സീനിയറാണ്. हेलो, मैं 27 केरला बटालियन NCC पालाघाट से हूँ. मेरा नाम DV थापा और मैं इस टाइम TSC में फायरिंग इंस्ट्रक्टर के तौर में डिटेलमेंट हूँ. അല്ല രാവിലെ മുമ്പ് കയറില്ല കേട്ടോ. രാവിലെ നമ്മൾ വന്നേ 5ന്റെ മേലൊക്കെ എന്താണ് അറിയില്ല. ഒപ്പട്ടോ ഒപ്പം കിടക്കണേ. ഒപ്പം വിടണ്ടോ? ക്യാപ്പ് കയറി എന്താ ക്യാപ്പ് തെറ്റില്ല പോയിച്ച മൂപ്പരോട് പറയാൻ പറഞ്ഞ വെള്ളോട് പൊട്ടിക്കാൻ പറയാം. ഇതാക്കില്ല ലോഡ് ചെയ്തില്ല. അത് കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് അപ്പോഴല്ല ഇവിടെ തട്ടിലിട്ടോ. നിങ്ങൾ ഇവിടെ നല്ല ഒപ്പിട്ടുണ്ട്. നമ്മൾ ക്ലോസ് വെക്കണം. തട്ടല്ലേ. मैं सूबेदार मोहम्मद असलम अंसारी 30 केरला बटालियन
यूपी गाजीपुर डिस्ट्रिक्ट से संबंध रखता हूँ। मैं मार्च 2011 में मैं आया था केरला में पोस्टिंग। यहाँ पे मैं आने के बाद मुझे कालीकट ग्रुप ने टीएससी में डिटेल किया और टीएससी में मैं फायरिंग जेसीओ डिटेल किया गया। वैसे तो मैं सभी इवेंट्स सीनियर के तौर पर देखता था, लेकिन खास करके मुझे फायरिंग का ये जिम्मेवारी दिया गया, जिसमें मैं पूरी जिम्मेवारी के साथ पिछले साल 2011 टीएससी को मैंने डील किया, जिसमें लगभग मैं शुरू से मई 2011 में करीबन मैंने कैंप स्टार्ट किया था और लास्ट अक्टूबर तक, जब तक ये पूरी फौज ट्रेंड होकर के दिल्ली चली गई, जब तक मैं इनके साथ रहा। मिले कदम चाल फायर എൻ്റെ പേര് റേച്ചല മെഡിക്കുള. ഞാൻ തിരുവല്ല മർത്തമ കോളേജിൽ നിന്ന് വരുന്നു. പത്തനംതിട്ട ജില്ലക്കാരിയാണ് ഞാൻ. 15 കേരള ബറ്റാലിയൻ NCC തിരുവല്ല. TSC കുറിച്ച് പറയുമ്പോൾ TSC കുറച്ച് ഹാർഡ് വർക്കുള്ളൊരു പരിപാടിയാണ്. എൻ്റെ ബെസ്റ്റ് ഫയറിംഗ് 1 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഒബ്സ്റ്റിക്കൽ ടൈം 46. എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ ഒബ്സ്റ്റിക്കൽ ചെയ്യുന്നുണ്ട്, ഫയറിംഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് വിനീത, 30 കേരള ബറ്റാലിയൻ എന്നാണ്, സ്ഥലം മലപ്പുറം. TSC പറ്റി പറയുകയാണെങ്കിൽ TSCക്ക് ടോട്ടൽ മാപ്പ് റീഡിങ്, ജഡ്ജിങ് ഡിസ്റ്റൻസ്, ഒബ്സ്റ്റിക്കൽ, ടെൻറ്റ് പിച്ചിങ്, JDF ഫയറിങ്, ഇവയൊക്കെയാണ് TSCൻ്റെ ഇവൻറ്റ്സ്. ഇതിൽ ഗേൾസിന്, എസ്പെഷ്യലി ഗേൾസിന് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഒബ്സ്റ്റിക്കിളാണ്. അതിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണ് അധികം പേർക്കും ടഫായിട്ട് തോന്നുന്നത്. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ 8 ഇവൻറ്റും വലിയ കുഴപ്പമില്ല. ഒബ്സ്റ്റിക്കിളാണ് എൻ്റെ ഏറ്റവും വലിയ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ പൊതുവേ TSC എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. NCCയിൽ മെയിനായിട്ട് നാഷണൽ ക്യാമ്പ് TSC RDC ആണ്. അതിൽ TSC ഒരു ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇവിടുത്തെ ട്രെയിനിങ് ബെസ്റ്റാണ്. അതേപോലെ പൊതുവേ TSC എക്സ്പീരിയൻസ് വളരെയധികം നല്ലതാണ്. ഹാർഡ് വർക്കാണ്, കൂടെ ലൈഫിൽ ഒരുപാട് വാല്യൂസ്, അതുപോലെ ബിഹേവിയർ തന്നെ ചേഞ്ച്. ടോട്ടലി ഈ ഒരു 100 ദിവസമാണ് TSC ക്യാമ്പ്. അത് തരുന്നത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഓരോ ദിവസവും. പിന്നെ ട്രെയിനിങ് കുറച്ച് ഹാർഡാണ്, എന്നാൽ കൂടി നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് താജുനീസ. ഞാൻ മമ്പാട് കോളേജിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ കോളേജിൽ നിന്ന് തന്നെ ഇവിടെ 6 പേരുണ്ട് TSCയിൽ. പിന്നെ TSCയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ ടോട്ടലി 7 ഇവൻറ്റ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ഇവൻറ്റ്സ് ആണ് ഫയറിംഗ് ആൻഡ് ഒബ്സ്റ്റക്കിൾ. ഇതിനെ കട്ടിങ് ആയിരിക്കും, എനിക്ക് കട്ടേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പട്ടാളത്തിനാണ്, എല്ലാം ഫോക്കാണല്ലോ നിൻ്റെതോ, എല്ലാം ഒരു കുഴപ്പമില്ല. തയ്ക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും? ആർക്ക്? ഈ ലീക്കിൽ ഈ വാട്ടർ ബോട്ടിൽ ചേഞ്ച് ഡിപ്ലോയ്. Follow me. Change your direction. Right. Attack. Okay. Start. Ready, go.
ഈ ലൈന് നേരെ പുറത്തേക്ക് നേരെ ഇങ്ങോട്ട് ക്യാമറ ദോസ്തോ ആगे चल stop strong deploy command to close അയ്യോ എൻ്റെ മുടി വെട്ടിട്ട് എടുക്കാൻ നിന്നെ എടുത്തോളാം അവിടെ തന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ അത് പിന്നെ എൻ്റെ പേര് ജിഷ്ണു. ഞാൻ NCC എന്ന് പഠിക്കുന്ന പയ്യന്നൂർ കോളേജിലാണ്. എനിക്ക് TSC കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ TSC എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ സീനിയേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ TSC ക്യാമ്പിലോട്ട് തന്നെ വന്നത്. എൻ്റെ ചേട്ടൻ 2009 TSC ഡൽഹിയാണ്. പിന്നെ എനിക്ക് TSCയിൽ വളരെ ഇഷ്ടപ്പെട്ടത് ഒപ്റ്റിക്കൽസും ഫയറിങ്ങുമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഒപ്റ്റിക്കൽസിൽ എൻ്റെ ടൈം 34 സെക്കൻഡാണ്. എൻ്റെ പേര് അജു തോമസ്. ഞാൻ കൊല്ലം ഗ്രൂപ്പിനെ ബേസ് ചെയ്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ SC കോളേജ് അടൂർ 9 കേരള ബറ്റാലിയൻ NCC കൊട്ടാരക്കരയിൽ നിന്ന്. എനിക്കിവിടെ വന്ന ഒബ്സ്റ്റിക്കിൾസിൽ എനിക്കിവിടുത്തെ ഐറ്റംസിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒബ്സ്റ്റിക്കിൾസ് ആണ്. കാരണം എനിക്ക് ഓരോ തവണയും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിച്ചു. ഇതുകൊണ്ട് എനിക്കുണ്ടായ ഗുണം ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. എൻ്റെ പേര് പ്രണവ്. ഞാൻ മലപ്പുറം ജില്ലയിലെ MES മമ്പാട് കോളേജിൽ നിന്ന് വരുന്നു. ഞാൻ കാലിക്കറ്റ് ഗ്രൂപ്പിലെ 29 കേരള ബറ്റാലിയനാണ്. എനിക്ക് TSCയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫയറിംഗ് ആണ്. TSCയിൽ വന്നതുകൊണ്ടാണ് ഇത്ര ക്യാമ്പ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡിസിപ്ലിനും എല്ലാ കാര്യങ്ങളും കിട്ടിയത്. NCC ചേർന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ അഭിമാനമുണ്ട്. TSCയിൽ ഈ വർഷം ഡൽഹി പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് വിശാഖനാണ്. ഞാൻ കോട്ടയം ഗ്രൂപ്പിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. എനിക്ക് ഇവിടുത്തെ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് ഒബ്സ്റ്റക്കിളാണ്. ഒബ്സ്റ്റക്കിള് സിക്സാഗാണ്. ഇവിടെ ഏറ്റവും വലിയ സിക്സാഗായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറ്റി ഏറ്റവും ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ ഒബ്സ്റ്റക്കിളിൽ എനിക്ക് ഈ പ്രാവശ്യം ഏറ്റവും നല്ല ടൈം ഇടാൻ പറ്റി. 29 ഇടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ. പിന്നെ ഷൂട്ടിംഗ് റേഞ്ചും ഏറ്റവും നല്ലൊരു ഷൂട്ടിംഗ് റേഞ്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സാറുമാരെല്ലാം വളരെയധികം നല്ല സാറുമാരും നല്ലതായിട്ട് കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുകയും നല്ല സീനിയേഴ്സും എല്ലാം ഇവിടെ ഉണ്ട്. എൻ്റെ പേര് വിറ്റിൽ നിക്സൺ. ഞാൻ എറണാകുളം ഗ്രൂപ്പിൽ നിന്ന് വരുന്നു. 21 കേരള ബറ്റാലിയൻ NCC. ഞാൻ ഭാരത് മാതാ കോളേജിൽ BCom പഠിക്കുന്നു. TSC 2012 ക്യാമ്പിൽ വന്നിട്ട് ജീവിതത്തിൽ വളരെ ഓർമ്മിക്കാൻ സൂക്ഷിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ടായി. എസ്പെഷ്യലി ആർമിയിൽ യൂസ് ചെയ്യുന്ന മാപ്പ് റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ, ഫീൽഡ് സിഗ്നൽസ്, ഫയറിംഗ്. അത്യാവശ്യം ഇപ്പോൾ ഏതെങ്കിലും ഫയറിംഗ് കോമ്പറ്റീഷന് പോയി കഴിഞ്ഞാൽ ഒരു മെഡൽ കിട്ടുമെന്നൊരു ഉറപ്പുന്ന രീതിയിൽ ഞങ്ങളായിട്ടുണ്ട്. ഫിസിക്കലി ഞങ്ങൾ വളരെ ഫിറ്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു. താങ്ക് യു. மேப் ரேட்டிங் மேப் சீட்டில் நம்ம இன்னும் ஆகிறதுக்கு ஆதியில் நம்ம எதெல்லாம் நமக்கு மனசிலாகிட்டு இருந்தால் தான் அப்போ கரெக்டாகிட்டு மேப் ரேட்டிங் கிளாஸில் நமக்கு கரெக்டாகிட்டு மனசிலாகும். எதெல்லாம் நமக்கு அப்போ அறிஞ்சிருக்கணும், எதெல்லாம் அறிஞ்சிருக்கணும். நார்த், டைப் ஆஃப் நார்த் அறிவில்ல எதுதான். நெக்ஸ்ட் சர்வீஸ் ப்ரொடெக்டர். சர்வீஸ் ப்ரொடெக்டரில் 101 to 150 ഡിഗ്രി വരെ ആയിട്ട് ഏതിൽ ഡിഗ്രി പേരിങ് എടുക്കണം. 150 ഡിഗ്രിയിൽ ഇരുന്നിട്ട് എബവ്. എൻ്റെ പേര് രാഹുൽ. MES മമ്പാട് കോളേജിലെ 3ാം വർഷം BA മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വർഷം TSC ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഈ വർഷം TSC ടീമിന് കേരള ടീമിന് ട്രെയിനിങ് കൊടുക്കുന്ന ഞാനാണ്. എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു യൂത്ത് ഓർഗനൈസേഷനാണ് NCC. അതായത് ഇന്ന് 60% വരുന്ന യൂത്തുകളെ
ഒരു പുതുതായ ഒരു യഥാർത്ഥമായ ഒരു പന്ഥാവിലേക്ക് തിരിച്ചുവിടാൻ NCC പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ വളരെയധികം പങ്കുവഹിക്കുന്നു. പൊതുവായുള്ള ഒരു കുട്ടികളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് NCCയിൽ ചേരുന്നത് ഗ്രേസ് മാർക്സിന് വേണ്ടി മാത്രം എന്നുള്ളതാണ്. ആ ഒരു വിചാരം ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റാണ്. കാരണം NCC ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനോ അല്ലെ ഒരു കുട്ടിയെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ NCCയിൽ കൂടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ഗെയിൻസ്, മെറ്റീരിയൽ ഗെയിൻസ് മനസ്സിൽ വെക്കാതെ ഇങ്ങനെ മറ്റുള്ളതായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഉതകുന്ന ഒരു ഓർഗനൈസേഷനാണ് NCC എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ഡിറ്റർമിനേഷനോടുകൂടി NCC ചേരുകയാണെങ്കിൽ അത് നിങ്ങളറിയാതെ തന്നെ വരും വർഷങ്ങളിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അത് ബയോളജിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് നിങ്ങളൊരു പക്ഷെ അറിയാതെയായിരിക്കും. അപ്പം അത് എപ്പോഴെങ്കിലും ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു വിചാരം വരുന്ന സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരും, യെസ്, ഞാൻ അന്ന് NCCയിൽ ഇരുന്നത് കൊണ്ട് അവിടെ അല്ലെങ്കിൽ NCCയിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇന്നെൻ്റെ ജീവിതത്തിൽ ടഫ് വഴിയിലൂടെ ഞാൻ നടക്കുമ്പോൾ അതെനിക്ക് ഹെൽപ്പ് ആവുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവും. അന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ NCCയെ പറ്റിയുള്ള യഥാർത്ഥ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിൽ വന്നുകൂടുന്നത്. അപ്പം എല്ലാ കാൻഡിഡേറ്റ്സിനോടും എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, NCCയിൽ ചേരുന്നത് വെറുതെ നിങ്ങളുടെ പേഴ്സണൽ ഗെയിൻസിന് അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റിന് വേണ്ടി, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ആയിരിക്കണം എന്ന് എനിക്ക് എല്ലാ കുട്ടികളോടും പറയാനുണ്ട്.